ഭാരതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീറ്റ്. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആവങ്ങോട്ടുകരയിലും. 9447268947 8056999614. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം തലപ്പിള്ളി താലൂക്കിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് 77 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിനെ അഭിമാനിക്കുവാൻ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള കുറവുകൾ കണ്ടെത്തി അതിന് പരിഹാരം കാണുക എന്നതാണ് പ്രധാന കടമയെന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്ത് ഇന്ന് ഉയർന്നുവരുന്ന പല ചർച്ചകളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും മുൻനിർത്തി മുന്നോട്ടു പോകുവാൻ കഴിയുമോ എന്നതാണ്. ജാതി വ്യവസ്ഥയാണ് ഈ സമൂഹത്തെ നിലനിർത്തുന്നത് എന്നുള്ള വാദമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തെ ഇങ്ങനെയാക്കിയതെന്ന് പറയുന്നതിന് പകരം നമ്മുടെ രാജ്യത്തെ ജാതി വ്യവസ്ഥയാണ് ഇതുപോലെ നിലനിർത്തുന്നത് എന്ന അവസ്ഥയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടി 77 വർഷം പിന്നിടുമ്പോഴും ചർച്ച ചെയ്യുന്നത് എന്ന് MP രാധാകൃഷ്ണൻ പറഞ്ഞു. 77 വർഷം പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു എന്നിവിടെ സൂചിപ്പിക്കുന്നു. ആ നേട്ടങ്ങളെല്ലാം നാം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉള്ള കുറവുകൾ എന്താണ് എന്ന് കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ഇവിടെ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ MLA സൂചിപ്പിച്ചു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കണമെന്ന് നാം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് 1950 നമ്മുടെ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കി. അത് ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയായിട്ടാണ് എല്ലാവരും പറയുന്നത്. ആ ഭരണഘടന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് നടത്തിയത്, അല്ലെങ്കിൽ ആ ഭരണഘടനയിലുള്ളത്. അതനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നത്, ഒരു മതനിരപേക്ഷ രാജ്യമാണ് എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ കാരണം നമ്മുടെ രാജ്യം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പല പ്രശ്നങ്ങളും ഈ പറയുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്, നമ്മുടെ മതനിരപേക്ഷത നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്, നമ്മുടെ ഫെഡറൽ സംവിധാനം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്, സർവോപരി മനുഷ്യൻ തുല്യരാണ് എന്നുള്ള കാഴ്ചപ്പാട് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അടുത്ത കാലത്ത് വന്നു ജാതി വ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തെ ഇതുപോലെ നിലനിർത്തുന്നത് എന്നുള്ള വാദം മുന്നോട്ട് വരികയാണ്. അപ്പം ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഗൗരവത്തോടു കൂടിയാണ് ചർച്ച ചെയ്യുന്നത്. ജാതി വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നതിന് പകരമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജാതി വ്യവസ്ഥയാണ് ഈ രാജ്യം ഇതുപോലെ നിലനിർത്തുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടി 78ാം വാർഷിക ദിനം ആചരിക്കുന്ന സന്ദർഭത്തിൽ നാം ചർച്ച ചെയ്യും. ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ ദുരന്തങ്ങൾ എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യമാണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ 4-1 വരുന്ന ജനവിഭാഗങ്ങൾ നാനാതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥയാണ്. അപ്പോൾ ജാതിരഹിതമായൊരു സമൂഹം ഉണ്ടാകണമെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് വീണ്ടും നമ്മൾ ജാതിയിലേക്ക് പോകണം എന്നുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത്.
അത് നമ്മുടേതുപോലെ രാജ്യത്ത് ഗുണമാണോ ചെയ്യുക ദോഷമാണോ ചെയ്യുക എന്നുള്ള കാര്യവും നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ നമ്മുടെ MLA ചൂണ്ടിക്കാണിച്ചു, ലോകത്താകെ തന്നെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനമുണ്ടാകുക, പ്രകൃതിയിൽ മാറ്റമുണ്ടാകുകയാണ്. ലോകത്തെല്ലാ സ്ഥലത്തും പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചിരിക്കുക. നമുക്കറിയാം, നമ്മുടെ കേരളവും അതിന് ഭിന്നമല്ല എന്നുള്ളത് ഓരോ സന്ദർഭത്തിലും നാം കാണുകയാണ്. 2018 മഹാപ്രളയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് പാർലിക്കാടാണ് അന്ന് 19 സഹോദരങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടത്. അതിൻ്റെ വേദന നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ട്. നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അടുത്ത കാലത്ത് വയനാടിലുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത ഏറ്റവും വലിയ പ്രളയ ദുരന്തമാണ് ഉണ്ടായത്. ആ മണ്ണിടിച്ചിലും ആ ദുരന്തത്തിലും നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഭൂമിയുടെ മണ്ണിൽ താഴ്ന്നു കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തും സംസ്ഥാനത്തുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് എന്നുള്ള തെളിവുകൾ കൂടിയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ. ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുകയല്ല. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെടുക്കാൻ വേണ്ടി നമ്മുടെ സമൂഹമാകെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതാണ്. ദുരന്തമുണ്ടായതിന് ശേഷം നാം ഓടിച്ചെന്ന് സഹതാപം രേഖപ്പെടുത്തുന്നതിന് പകരം ദുരന്തമുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ ഉണ്ടാകണം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി എല്ലാ മനുഷ്യരും എങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയും. ആ പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്ത് വലിയ ദുരന്തമാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ദുരന്തമാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ പ്രദേശങ്ങളിൽ ദുരന്തമാണ് ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ കൂടി നാം നടത്തേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 78ാം വാർഷിക ദിനം നാം ആചരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് നാം നല്ലപോലെ തിരിച്ചറിയുകയും ഇനിയും നേടേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ബോധമുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. ജാതിയുടെയും മതത്തിൻ്റെയും മറ്റു രീതിയിലുള്ള സംഘചിന്തകളെയൊക്കെ തന്നെ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ്. ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വക്താക്കൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച സന്ദർഭമാണ്. ഇവിടെ ഇന്ത്യക്ക് ദേശീയ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി എല്ലാ മനുഷ്യരും ഒന്നുചേർന്നു. ആ സമയത്ത് ജാതിയോ മതമോ എല്ലാം മാറ്റിവെച്ചു. എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നുചേർന്നത്. അതിനുശേഷം നാം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ, ഭരണഘടന ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ ആ കാര്യം നല്ലപോലെ ചർച്ച ചെയ്തു. എങ്ങനെയായിരിക്കണം ഇന്ത്യ എന്നതിനെ സംബന്ധിച്ച് നല്ല ചർച്ച നടത്തി. ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണോ, അല്ലെങ്കിൽ മറ്റ് മുതലാളിത്ത രാഷ്ട്രമാകണോ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാകണോ എന്നൊക്കെയുള്ള ചർച്ചകൾ നല്ലപോലെ നടന്നു. അവസാനം ചർച്ച ചെയ്ത് തീരുമാനിച്ച് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായിട്ട് നിലനിൽക്കണം. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വ്യത്യസ്ത ജാതികളും മതങ്ങളും സംസ്കാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഉൾച്ചേർന്ന നാടാണ്. അപ്പം അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഏതെങ്കിലും ഒന്നിനെ എടുത്ത് ബാക്കിയുള്ളതിനെ തള്ളിക്കളയുക എന്നുള്ള സമീപനമല്ല സ്വീകരിച്ചത്. എല്ലാ മനുഷ്യരും ഒന്നുപോലെ കാണാൻ വേണ്ടിയുള്ള ഇടപെടലും നമ്മുടെ ഇന്ത്യൻ ഭരണങ്ങളിലുണ്ടായി. അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സ്നേഹവും ഒരുമയും അതുപോലെ തന്നെ നന്മയും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഓരോ മനസ്സും പങ്കാളികളാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ 78 വടക്കാഞ്ചേരി MLA സേവ്യ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല BAM, ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, തഹസീൽദാർ MC അനുപമൻ,
വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KD ബാഹുലയൻ മാസ്റ്റർ, MU കബീർ, PG ജയദീപ്, സെലക്ട് മുഹമ്മദ്, ജോണി ചിറ്റിലപ്പള്ളി, നിത്യാസാഗർ തുടങ്ങിയവ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ സ്കൂളുകളിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ SSLC, +2, BHC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഓഫീസ് ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി. തുടർന്ന് വിവിധ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.